യഥാർത്ഥത്തിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്ന യഹോവ കാരുണ്യവാനാണോ? ബൈബിൾ പരിചയപ്പെടുത്തുന്ന യഹോവ കാരുണ്യവാനാണോ? എന്റെ ഒരു വാക്കുകളില്ലാതെ ബൈബിളിലെ ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം തെളിയിക്കാൻ നമുക്ക് കഴിയും. ബൈബിൾ തന്നെ പറയട്ടെ യഹോവയുടെ ക്രൂരമായ കൽപ്പനയെക്കുറിച്ച്. പുറപ്പാട് പുസ്തകത്തിലെ സംഖ്യാപുസ്തകത്തിലെ 31-ാം അധ്യായത്തിലെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. കർത്താവ് യഹോവട്ടോ, കർത്താവ് മോശയോട് കൽപ്പിച്ചത് പ്രകാരം അവർ മിദ്യാൻകാർക്കെതിരെ യുദ്ധം ചെയ്തു. യുദ്ധമാണ്, യുദ്ധം ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരും. എന്നിട്ടോ അവർ പുരുഷന്മാരെ എല്ലാം കൊന്നൊടുക്കി. പുരുഷന്മാരെ കംപ്ലീറ്റ് കൊന്നൊടുക്കി. വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ മിദ്യാനിലെ രാജാക്കന്മാരായ റെഖം, സൂർ, ഹൂർ, റെബ തുടങ്ങിയ 5 രാജാക്കന്മാരുണ്ടായിരുന്നു. ബയോറിന്റെ പുത്രനായ ബിലയാമിനെയും അവർ വാളിനിരയാക്കി. എന്നിട്ട് പറയുന്നത് കേട്ടോളൂ, കാരുണ്യവാനായ ദൈവം കേട്ടോ, വളരെ കാരുണ്യാണ്. അവർ പറയാണ്, മിദ്യാനിയിലെ സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രായേലുകാർ തടവുകാരാക്കി. ആടുമാടുകളും സകല സമ്പത്തും അവർ കൊള്ളയടിച്ചു. ഇതൊക്കെ യഹോവയുടെ കൽപ്പനയാണ്. ഇതിനൊക്കെ നിങ്ങൾ കാരുണ്യം എന്നാ വിളിക്കല്? ഏതായാലും നല്ല രസമുള്ള കാര്യം. ആടുമാടുകളും സകല സമ്പത്തുകളും അവർ കൊള്ളയടിച്ചു. അവർ പാർത്തിരുന്ന എല്ലാ പാളയങ്ങളും ഇസ്രായേൽക്കാർ ചുട്ടരിച്ചു. ബൈബിളിലെ വചനങ്ങളാണ്, ഞാൻ ഒരു തിരുത്തും വരുത്തിയിട്ടില്ല. മനുഷ്യരും മൃഗങ്ങളുമായി എല്ലാ അപഹൃത വസ്തുക്കളും കൊള്ള മുതലും അവർ എടുത്തു. സംഖ്യാപുസ്തകത്തിലെ 31-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. ഇത് യഹോവയുടെ കാരുണ്യമാണോ? ഇതിനാണോ കാരുണ്യം എന്ന് വിളിക്കുക? രസമായിട്ടുണ്ട്. എന്നിട്ട് യഹോവ പരമകാരുണ്യകനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞേ. മാത്രമൊന്നല്ലേ, ക്രൈസ്തവതയുടെ അടിസ്ഥാന സിദ്ധാന്തം എടുത്താൽ തന്നെ കാരുണ്യമാണോ നമുക്ക് കാണാൻ കഴിയുക? ക്രൈസ്തവതയുടെ അടിസ്ഥാന സിദ്ധാന്തം എടുത്താൽ മതി. ഒരു പഴം തിന്നതിന്റെ, ആദിമ മനുഷ്യനൊരു പഴം തിന്നതിന്റെ പേരിൽ ആ ആദിമ മനുഷ്യനെ വഴിതെറ്റിച്ച പാമ്പിനെയും പാമ്പിനെ ഭൂമിയിലേക്ക് ഇറക്കുകയും സ്ത്രീയെ ശപിക്കുകയും പുരുഷനെ ശപിക്കുകയും, എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനി ജനിക്കാൻ പോണ ആൾക്കാരെ മേലൊക്കെ കൂനുമേ കുരു എന്ന് പറഞ്ഞ പോലെ ജന്മവാപട്ട് കൊടുക്കുകയും ചെയ്തു. ഇതിന് കാരുണ്യം എന്നാണോ പറയാ? അല്ല, വിശുദ്ധ ഖുർആനാണ് അവിടെ കാരുണ്യം പഠിപ്പിച്ചത്. ഖുർആൻ പറഞ്ഞു, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ആദമിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയപ്പോൾ ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. എന്നിട്ടോ ഫതാബ അലൈഹി, അല്ലാഹുവിനോട് പാപമോചനം നടത്തി. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അതാണ് ശരിക്കുള്ള കാരുണ്യം എന്ന് പറയാ. ഒരു തെറ്റ് ചെയ്താൽ പുറത്തു കൊടുക്കാൻ പറ്റുന്നതിനാണ് കാരുണ്യം എന്ന് പറയാ. അല്ലാതെ ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഉള്ളവരൊക്കെ ശപിക്കുകയും പിന്നെ ഇനി ആ ജനിക്കാൻ പോണ ആൾക്കാരെ കംപ്ലീറ്റ് പാപികളാക്കുകയും ചെയ്യുന്നതിന് കാരുണ്യം എന്ന് ആരെങ്കിലും വിളിക്കോ? എന്നാൽ ഇസ്ലാമാണ് അവിടെ എന്താണ് കാരുണ്യം എന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ഇനിയോ തീർന്നോ? യഹോവയുടെ കാരുണ്യം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന യഹോവ. കുഞ്ഞുങ്ങളെ കൊന്നിട്ടില്ലേ യഹോവയുടെ കൽപ്പന പ്രകാരം? യഥാർത്ഥത്തിലുള്ള ദൈവം അല്ലാഹു ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതൊന്നും ചെയ്യുകയുമില്ല. കാരണം അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമാണ്. പക്ഷെ ബൈബിൾ പരിചയപ്പെടുത്തുന്ന യഹോവയോ? സംഖ്യാപുസ്തകത്തിലെ 33-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? അപ്പോൾ ഈജിപ്തുകാർ തങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവ് സംഹരിച്ച കടിഞ്ഞൂലുകളെ എല്ലാം എല്ലാം സംസ്കരിക്കുകയായിരുന്നു. ഇതാണോ കാരുണ്യം? കടിഞ്ഞൂലുകളെ മുഴുവൻ കൊല്ലുന്ന കാരുണ്യം? ബേശായിട്ടുണ്ട്, ഈ കാരുണ്യം ബേശായിട്ടുണ്ട്. അദ്ദേഹം ഇതിനൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ ശ്രമിക്കുന്ന കോലമാണ് ഏറെ രസകരം.
ഇത് 2 വചനങ്ങൾ വായിച്ചിട്ട് മൂപ്പരിക്കാൻ ഇതിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ മൂപ്പർക്ക് വൈരുദ്ധ്യം തോന്നുന്നുണ്ടായില്ലേ? 2 വചനം വായിച്ചിട്ട് മൂപ്പര് പറയാണ് ഇതിൽ നിങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ എന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ബൈബിളിന്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് തന്നെ ഇനിയോ എത്ര കാര്യങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച കാരുണ്യം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദന്റെ മകൻ മരണപ്പെട്ടപ്പോൾ, ഒരു മുസ്ലിം അല്ലാത്ത ഒരാളുടെ കുട്ടി മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ്. ഒപ്പം നിന്ന് സഹാബികൾ ചോദിച്ചു, എന്തിനാണ് റസൂലെ കരയുന്നത്? എന്തിനാ കരയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതൊരു യഹൂദന്റെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഫിത്രത്തിലാണ്. യഹൂദന്റെ കുഞ്ഞിന്റെ പേരിൽ കരഞ്ഞ പ്രവാചകൻ, അതാണ് കാരുണ്യമെന്ന് പറയുക. അതിനെയാണ് കാരുണ്യമെന്ന് വിളിക്കാൻ കഴിയുക. അതാണ് ഇസ്ലാം പഠിപ്പിച്ച കാരുണ്യം. കടിഞ്ഞൂലുകളെ കൊല്ലുന്ന, ഒരു തെറ്റുമറിയാത്ത, ഒരു പാപവും അറിയാത്ത കുഞ്ഞുങ്ങളെ വരെ കൊല്ലുന്ന ആ ക്രൂരകൃത്യത്തെ ഒരിക്കലും കാരുണ്യമെന്ന് വിളിക്കാൻ ഇസ്ലാമിന് കഴിയില്ല. ഇസ്ലാം പഠിപ്പിച്ച കാരുണ്യം ഞാൻ പറഞ്ഞതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃക. അതാണ് യഥാർത്ഥ കാരുണ്യമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. ആ കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടന്നു വരാം. ഇനിയോ ഇവിടെ പലപ്പോഴും, ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലെങ്കിലും പലപ്പോഴും മിഷനറിമാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്, ഇസ്ലാമിന്റെ ക്രൂരതയായി കാണിക്കുന്ന ഒരു സംഭവമാണ് ബനൂ ഖുറൈള സംഭവം. ബനൂ ഖുറൈളയിലെ പുരുഷന്മാരെയെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാളിനിരയാക്കി അവരെ കൊന്നുകളഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ ആ സംഭവം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ഖുറൈളക്കാർ പലതവണയായി ഇസ്ലാമിനെ വഞ്ചിപ്പിച്ചപ്പോൾ, പലതവണയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള ശ്രമങ്ങളും ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ പലതവണയായി അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്തു. അവസാനം അവരുടെ പ്രശ്നങ്ങൾ അധികരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം വിധി കൽപ്പിച്ചതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, ആരെയാണ് നിങ്ങൾക്ക് വിധികർത്താവായി വേണ്ടത്? അവർ തന്നെ തിരഞ്ഞെടുത്തു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ട് അദ്ദേഹമാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, അക്കാലഘട്ടത്തിലെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ഇപ്പോൾ ഇത് കുറെ തിരുത്തപ്പെട്ടിട്ടുണ്ടല്ലോ, അക്കാലഘട്ടത്തിലെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമാണ് അവരിലെ പുരുഷന്മാരെ മുഴുവൻ കൊല്ലാൻ കൽപ്പിക്കുന്നത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയല്ല. അപ്പോൾ തന്നെ മനസ്സിലായില്ല, അക്കാലഘട്ടത്തിൽ പോലും ബൈബിളിന്റെ അവസ്ഥ ഇതാണ്. അവരെ മുഴുവൻ കൊല്ലാൻ കൽപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൊലപാതകം അവിടെ നടക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഇസ്ലാം പഠിപ്പിച്ചത് കാരുണ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് വെറും 1000-ൽ മേലെ. എന്നാൽ ബൈബിൾ പരിചയപ്പെടുത്തുന്ന യുദ്ധങ്ങളുടെ അവസ്ഥ അതാണോ? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുന്ന യുദ്ധങ്ങളാണ്. മുസ്ലിങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവരും അമുസ്ലിങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവരും വെറും 1000-ൽ മേലെ. അവിടെ ഇസ്ലാം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള കാരുണ്യത്തെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോ ഇസ്ലാമിന് നേരെ വാളോങ്ങുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം വൈകല്യത്തെ മറന്നുകൊണ്ടാണ് ഉറയിൽ നിന്ന് വാളെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ബൈബിളിന്റെ അവസ്ഥ. കടിഞ്ഞൂലുകളെ കൊല്ലുന്ന യഹോവ, അത്രയോ ആളുകളെ ചുട്ടിച്ചാമ്പലാക്കുന്ന യഹോവ. ബൈബിൾ പരിശോധിച്ചാൽ തന്നെ ഇതാണ് കംപ്ലീറ്റ്. പഴയ നിയമത്തിലെ പ്രയോഗങ്ങൾ തന്നെ മുഴുവനും മിക്കവാറും അങ്ങനെയാണ്. എന്തോ ഒരു മുഴുവനായിട്ട് കൊല്ലാൻ വരുന്ന യഹോവ, എല്ലാ ആളുകളോടും ഒരു പൊറുക്കലുമില്ലാതെ മുഴുവനായും കൊല്ലാൻ വരുന്നൊരു യഹോവയെയാണ് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്ലിങ്ങളുടെ അള്ളാഹുവിന് തീരെ കാരുണ്യമില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് കുറെ പരിഹസിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മാത്രമാണ് പാപം ചെയ്ത ആളുകളോട് അവർക്ക് പൊറുത്തു കൊടുക്കുന്നതായി അറിയിക്കുന്നത്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തുൽ സുമറിലെ 53-ാമത്തെ ആയത്തിൽ